നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ വേറൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ENT OPയിലുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നേസൽ എൻഡോസ്കോപ്പിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാരിംഗോസ്കോപ്പി, വീഡിയോ ലാരിംഗോസ്കോപ്പി. ലാരിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ്. അപ്പം ഞാൻ എൻ്റെ നേരത്തെയുള്ള എപ്പിസോഡിൽ ലാരിംഗോളജി എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. വോയിസ് സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സ് ഡീൽ ചെയ്യുന്നൊരു സ്പെഷ്യാലിറ്റിയാണ് ലാരിംഗോളജി. അപ്പം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് വോയിസ് ചേഞ്ച്, ശബ്ദം മാറുക, ഇടറുക, ശബ്ദത്തിന് അടപ്പ്. ഇത് കൂടുതലും കാണുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് വോയിസ് ഉപയോഗിക്കുന്ന ആൾക്കാരിലാണ്. ഉദാഹരണത്തിന് ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവർ, പാട്ട് പാടുന്നവർ, ഇവർക്കൊക്കെ വോയിസ് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ്സ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ഈ സൗണ്ട് ബോക്സ് ഡയറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യണം, അതായത് നേരിട്ട് കാണാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് ലാരിംഗോസ്കോപ്പി. ഇത് നമ്മൾ OPയിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. യൂഷ്വലി നമ്മൾ തൊണ്ട മരവിപ്പിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു എൻഡോസ്കോപ്പ് വെച്ച് നമുക്ക് തൊണ്ടയുടെ അകത്തോട്ട്, അതായത് വോയിസ് ബോക്സിൻ്റെ ഏരിയ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ നാക്ക് വെളിയിൽ നീട്ടി അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വോയിസ് ബോക്സ് കാണാൻ പറ്റുന്നതല്ല. കാരണം അത് യൂഷ്വലി നമ്മുടെ വോയിസ് ബോക്സ് ഏകദേശം ഈ ഒരു ലെവലിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട്, ആ ഒരു ആംഗുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിലോട്ട് കാണണമെങ്കിൽ നമ്മൾ ഈ എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വോക്കൽ കോർഡ്സ്, നമ്മുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് വോക്കൽ കോർഡ്സ്, അത് കാണാൻ, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ഫോറിൻ ബോഡി സെൻസേഷൻ, ഇപ്പോൾ പലപ്പോഴും തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നതായിട്ടുള്ള ഫീലിംഗ് ഉള്ള പേഷ്യൻസ്, ചിലപ്പം ഒരു ആഹാരം കഴിച്ചതിന് ശേഷം മുള്ള് എവിടെയെങ്കിലും കൊണ്ടിരിക്കുന്നതാകാം, അല്ലെങ്കിൽ തടുപ്പ്, മുഴ, അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻ്റ്. അപ്പം ഈ ലാരിംഗോസ്കോപ്പി ഇവാലുവേഷൻ വെച്ച് നമുക്ക് ക്ലിയർ കട്ട് ഒരു ഡയറക്റ്റ് വിഷ്വലൈസേഷൻ കിട്ടാൻ പറ്റും. അപ്പം വോയിസ് റിലേറ്റഡ് എന്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈവൻ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഈ ഫോറിൻ ബോഡി സെൻസേഷൻ, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന മാതിരിയുള്ള സെൻസേഷൻ, അല്ലെങ്കിൽ സ്വോളോയിങ് ഡിഫിക്കൽറ്റീസ് ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലാരിംഗോസ്കോപ്പി. താങ്ക് യു.